ചന്ദ്രോത്ത് വീട് ബാങ്കുകാർ കൊണ്ടുപോയി. ഇനി ഈ വീടും ഒരു ഗതിയിലാണാക്കണോ? ഭാർഗവി, പിന്നല്ലാതെ എപ്പോഴും കണ്ണീരൊൽപ്പിച്ചിരുന്ന ആ വീട് ഗതി പിടിക്കില്ല. മുൻപ് എന്നോട് ചന്ദ്രോത്ത് പ്രഭാവതി പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുക. കല്യാണം കഴിഞ്ഞ 7-ാം വർഷം ഭർത്താവ് മരിച്ച എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ആരാ? ആരോരുമില്ലാതെ കൈക്കുഞ്ഞുങ്ങളുമായി ആത്മഹത്യക്ക് ഒരുങ്ങി എന്നോട് കരയരുതെന്ന് പറഞ്ഞു. എന്റെ ധൈര്യം പ്രഭക്കുഞ്ഞായിരുന്നു. ഞാൻ പിന്നീട് കരഞ്ഞിരുന്നോ? മരിച്ച ആളോട് സ്നേഹമില്ല ചേട്ടാ, ജീവിച്ചിരിക്കുന്നവരോടുള്ള കടമ ഓർത്തിട്ടാ. നല്ല സന്തോഷിച്ച് ജീവിച്ചിരുന്നവരാ ഞങ്ങള്. ചേട്ടൻ പോയപ്പോ ഞാൻ അടുക്കള പണിക്ക് ഇറങ്ങി. എനിക്ക് ഒരു വിഷമവും തോന്നിയില്ല. ജോലി ചെയ്യാൻ മടിയും കടമ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാ കള്ള ന്യായങ്ങളും പറഞ്ഞ് വീടിനകത്ത് ഒളിച്ചിരിക്കുന്നത്, കള്ള ചോറടിക്കുന്നത്. ഭാർഗവി, ആ ഭാർഗവി തന്നെ. ഒരുവന്റെ ഏറ്റവും വലിയ കുറ്റം എന്താണെന്ന് അറിയോ? സ്വന്തം കഴിവ് മനസ്സിലാക്കാത്തതാ. അവര് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നും. പണ്ട് പ്രഭക്കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ എന്തൊരു ധൈര്യമായിരുന്നു. ഇനിയിപ്പോ എല്ലാവർക്കും ഒരു ഭാരമായിരിക്കും. കുഞ്ഞ് മറ്റുള്ളവർക്ക് ഭാരമായിട്ട് കഴിയുന്നത് മറ്റാർക്ക് സഹിച്ചാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. കുഞ്ഞെ, എന്റെ കുഞ്ഞെ, കുഞ്ഞിന്റെ ശക്തി മാത്രം മതി. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തീരും. സത്യം. എത്രായിരം പിള്ളേർക്ക് പാഠം പറഞ്ഞു കൊടുത്ത ടീച്ചറല്ലേ കുഞ്ഞ്. സ്വന്തം കാര്യം വന്നപ്പോ പഠിച്ച പാടും പഠിപ്പിച്ച പാടും ഒക്കെ മറന്നുപോയോ? എന്റെ കുഞ്ഞെ, നമ്മൾ എന്നായാലും മരിക്കേണ്ടവരല്ലേ. ഒരു സമയം വരുമ്പോ പോയല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് ഇപ്പോഴേ മരിച്ച് ജീവിക്കുന്ന എന്തിനാ? മരിക്കുന്നത് വരെയെങ്കിലും ഒന്ന് ജീവിക്കു കുഞ്ഞെ. കാലശേഷം സ്വന്തം മക്കള് സന്തോഷത്തോടെ ഓർമ്മിക്കേണ്ടത് ധൈര്യമുള്ള അമ്മയാണോ അതോ ഇതുപോലെ പേടിച്ച് ജീവിച്ച അമ്മയാണോ? അത് മാത്രം ആലോചിച്ചാ മതി. ചന്ദ്രോത്ത് പ്രഭാവതി ഒന്ന് മൂളിയ ഇല അനങ്ങാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഇനിയാണ് തലയുയർത്തി തന്റെ അടുത്തോടുകൂടി പ്രഭാവതി ഇറങ്ങേണ്ടത്. ഇനി കൂട്ടിന് ആരുമില്ല എന്നുള്ള ചിന്തയാണോ? ഈ ഭാർഗവി ഉണ്ട് കുഞ്ഞെ. കുഞ്ഞിന്റെ കൂടെ നിൽക്കാൻ ഞാനുണ്ട്. തല്ലാനാണെങ്കിലും കൊല്ലാനാണെങ്കിലും ഞാനുണ്ട് കൂടെ. കുഞ്ഞിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ കുഞ്ഞിന്റെ പകുതി ശക്തി മാത്രം എടുത്താൽ മതി. കുഞ്ഞിന്റെ അടുത്തല്ല, 7 അയലത്തെത്താൻ പോലും ആരും കാണില്ല. ത്യാഗരാജനും ധനൂജും അവനും ഇവനൊക്കെ പേടിച്ച് വിറയ്ക്കും, ഇക്കറി മുള്ളും. കുഞ്ഞിനെ മനസ്സിലാക്കിയ ഭാർഗവിയാ ഈ പറയണത്. ത്യാഗരാജൻ കുഞ്ഞിന്റെ മോനെ മരുമോനെയൊക്കെ വിറപ്പിക്കുന്നതിന്റെ കാരണക്കാരി കുഞ്ഞ് തന്നെയാ. അയാളെ തോൽപ്പിക്കാൻ ശക്തി ഉണ്ടായിട്ടും അത് പുറത്തെടുക്കുന്നില്ലല്ലോ. കുഞ്ഞെ, ത്യാഗരാജന്മാരുണ്ടാവുന്നത് പ്രഭാവതിയെ പോലെ പേടിച്ചിരിക്കുന്നവര് കാരണമാണ്. കുഞ്ഞിന്റെ ഒരു ശക്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ ആ ത്യാഗരാജൻ ഇന്ന് ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് കേട്ട് കുഞ്ഞ് തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. കുഞ്ഞ് ശാന്തമായിട്ട് ആലോചിക്കേ. ഞാൻ പറഞ്ഞതിൽ കാര്യം എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കേ.